മത്തപ്പൂ. ഈ ഒരു മത്തയിലുണ്ടാകുന്ന വിരിയുന്ന പൂവ്, പിന്നെ പൂവും കായുമാണ് ഇതാ കാണുന്നത്. കണ്ടോ കായ? കണ്ടോ കായ? മത്തക്കായ കണ്ടോ? ഒരെണ്ണം ഒരു 10-12 കിലോളം വരും. ഇത് ഒരുപാട് പേര് രാവിലെ ആകുമ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ ഒരുപാട് കച്ചവടക്കാർ വരികയാണ്. ഒരുപാട് ആളുകൾ ഇത് കറിക്കായിട്ട് ഉപയോഗിക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന സാധനം, അതുകൊണ്ട് എല്ലാവരും ഇടിച്ചു കയറി ഭയങ്കര തിരക്കാണ് ഇതിന് മേടിക്കാനായിട്ട്. പാടത്ത് ഭയങ്കര ബഹളം, ഇടിയും ബഹളമാണ് ഈ സാധനം മേടിക്കാനായിട്ട്. നല്ല കളറാ. ഈ കളറ് കണ്ടും ഇതിന്റെ ഗുണം കൊണ്ടും എല്ലാം കൊണ്ടും ആളുകൾ വരുന്നത്. ഗുണങ്ങൾ വളരെ വയറിന് നല്ലതാ. ഗർഭിണികൾക്ക് അത്യുത്തമമാണ്. സൗന്ദര്യവർദ്ധന വസ്തുവിൽ പെടുന്നതാണ്. നല്ല പൈസ കിട്ടുന്നുണ്ട്. ഈ ആൺപൂവാണ് ഇത് കാണുന്നത്. ഇതിനകത്ത് പെൺപൂവാണ് ഈ കായായി വരുന്നത്. ഒരുപാട് പെൺപൂ ഉണ്ടാവും. ഈ ആൺപൂ ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ആൺപൂ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ലല്ലോ. അത് ആൺപൂ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ കച്ചവടത്തിനായിട്ട് ഉപയോഗിക്കുന്നു, ആളുകൾക്ക് കൊടുക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നു. ഒരു പൂവിന് 2 രൂപ. ഇത് 10-500 പൂവോളം ഉണ്ട്. പിന്നെ എന്താ, അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ചെയ്യുന്നത്, ഇതിലേക്ക് വരുന്നത്. വിൽക്കാൻ്റെ കൊടുക്ക. എന്തിനാ ചെയ്ത്? ഒരുപാട് പേര് മേടിക്കുന്നുണ്ടോ? 10 പേര് വാങ്ങിക്കുന്നുണ്ട്. കൊണ്ടുപോയി വിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഞാനിത് കളയേണ്ടി വരും. ചേർത്തലയ്ക്ക് പോവുക. എല്ലാരും ഒരുപാട് പേര് മേടിക്കുന്നുണ്ടോ? മേടിക്കുന്നുണ്ട്. ഇല്ല, ഇത് എടച്ചനയെന്ന് പറയും. ഈ മത്തത്തണ്ടിന്റെ ഇടക്കുന്നെന്ന് പറയുന്നൊരു സംഭവമാണ് എടച്ചനയെന്ന് പറയും. അതിന് നല്ല ഡിമാൻഡാണ്. അതും കാശാണ്. അതും ഇതുപോലെ തന്നെ ഒരു കെട്ടിന് 10 രൂപ 20 രൂപയൊക്കെ വെച്ച് വാങ്ങിച്ചോണ്ട് പോകും. ചെടി 1-2 മാസം കഴിയുമ്പോഴത്തേക്കിന് അത് പഴുത്തു പോകുമല്ലോ. അപ്പൊ ഒരുപാട് ഇടച്ചനെ വരാറുണ്ട്. തലയിൽ നിന്ന് ഒരുപാട് ഇടച്ചനെ പൊട്ടി വരാം. അത് നമ്മൾ കൊടുത്ത് പൈസ വാങ്ങിക്കാറുണ്ട്. സാറുണ്ടേ ഒന്ന് കൂട്ടി നോക്ക്. ഒരു 10 കെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും. നല്ല ഇതാട്ടോ. ഇപ്പോഴെല്ലാരും ഈ പറഞ്ഞേക്കണ ഒരു കെട്ട് 10 രൂപയല്ലേ സാർ? വാങ്ങിക്കേ. ഇത് വളരെ ഹെൽത്തിയാണ്. 100 രൂപ പറഞ്ഞാലും വാങ്ങിക്കും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തില് പല രോഗങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണിത്, ഫുഡ് വഴി തന്നെ. അപ്പൊ ഇത് നാച്ചുറൽ ഫുഡാണത്. ഇതിൽ വേറെ കലർപ്പോ ഒന്നുമില്ല. ഇതെല്ലാം ചെത്തിയിരിക്കുന്നതെല്ലാം ആൺപൂവാണ്. ഈ ആൺപൂ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിന്റെ ഉള്ളു കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആൺപൂവിന്റെ. ഇത് ആൺപൂ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെത്തിയെടുക്കാൻ പറ്റും.